നെടുങ്കുന്നങ്ങാരി മേരിക്കുട്ടിക്ക് പ്രായം 80 കഴിഞ്ഞു. ഓർമ്മകൾക്ക് പഴയ തെളിച്ചമില്ല. പ്രിയപ്പെട്ട പലതും മറന്നു തുടങ്ങി. 1 വർഷം മുൻപ് ഡോക്ടർമാർ അതിന് ഡിമെൻഷ്യ എന്ന് പേരിട്ടു. മേരിക്കുട്ടിയെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ 6ാം ക്ലാസ്സുകാരനായ കൊച്ചുമകൻ ജോൺ ജസ്റ്റിൻ ഒരു വഴി കണ്ടെത്തി. മേരിക്കുട്ടി കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട മുഖങ്ങൾ, തൊട്ടറിഞ്ഞ ജീവിതങ്ങൾ, നടന്ന വഴികളെല്ലാം കൊച്ചുമകൻ പുസ്തകത്തിലാക്കി. ഇത് മേരിക്കുട്ടിയുടെ ഓർമ്മ പുസ്തകം. ഈ സ്റ്റെണ്ണം പെരുന്നാളിനുമൊക്കെ ഇലച്ചി മേടിക്കുമായിരുന്നു. ചൊവ്വാഴ്ചയും എല്ലാവരുടെയും കാലയെ ചന്ത ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾ പലരുടെയും ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴിയൊക്കെ എടുത്തു. ചിലതൊക്കെ ഞങ്ങൾ ഈ AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തെടുത്തു. പിന്നെ ഞങ്ങളിത് ലാമിനേറ്റ് ചെയ്ത് ബുക്കൊക്കെ ഇറക്കി. മറവി രോഗം ബാധിച്ചവരെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിലവിലുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ ഞങ്ങളിത് കൊണ്ടുവെക്കും. അപ്പോൾ ഇടയ്ക്ക് അമ്മച്ചി ഇതൊക്കെ തുറന്ന് നോക്കി ഇപ്പം എന്നെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് പറയും, നോക്ക് ഇതെൻ്റെ ആങ്ങള, ഇതെൻ്റെ അച്ഛൻ എന്നൊക്കെ ഞങ്ങളോട് പറയും. ഇപ്പോൾ അമ്മച്ചി ഭയങ്കര ദേഷ്യത്തിലോ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത സമയത്തൊക്കെ ഇത് കാണിക്കുമ്പോൾ കൂളാവും. മേരിക്കുട്ടിയുടെ പ്രായത്തിന്റെയും രോഗത്തിന്റെയും പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കാനുള്ള ഇന്നത്തെ മരുന്ന് ഈ പുസ്തകമാണ്. താളുകൾ മറിയുമ്പോൾ ഒരു സിനിമ കാണുന്നത് പോലെ മേരിക്കുട്ടി തന്റെ പഴയകാലം കാണുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാതിരുന്ന കപ്പയായിരുന്നു അന്നത്തെ പ്രധാന കച്ചവട ഐറ്റം. സ്കൂളിൽ ഓട്ടത്തിനും ചാട്ടത്തിനുമൊക്കെ സമ്മാനം കിട്ടിയിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ തോട് നിറഞ്ഞു കവിയും. ഇരുൾ വീണ മേരിക്കുട്ടിയുടെ ഓർമ്മകളുടെ ഇടവഴികളിൽ ഇന്നൊരു നക്ഷത്രം മിന്നുന്നുണ്ട്. ആ നക്ഷത്രത്തിന് പിന്നിൽ മേരിക്കുട്ടിയുടെ കൊച്ചുമകനാണ്. ഈ കാണുന്ന പുസ്തകമാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.